വിജ്ദാനാണെങ്കിൽ എന്റെ എന്ത് തുറക്കണം? അകക്കണ്ണ് തുറക്കണം. എന്റെ അകത്തെ കണ്ണവിടെ തുറക്കണം. എന്റെ അകക്കണ്ണ് തുറന്നാൽ അതിന്റെ വിജ്ദാന്റെ റൂഹിന്റെ വിജ്ദാന്റെ വാതിൽ തുറക്കുള്ളൂ. അപ്പോൾ നീ അനുഭവിക്കും ആരെ? ശൈഖിനെ. അപ്പോൾ നീ ആരെ അനുഭവിക്കും? അല്ലാഹ്. ഈ അനുഭവിപ്പിച്ച ലായിരി ആലിമിന് കഴിയില്ല. ലായിരി ആലിം ഇവിടെ പോയി സമർപ്പിക്കണം. കൊടുത്ത് ചിന്തിച്ചു. ഇന്നത്തെ ത്വരീക്കത്തിൽ ചേക്കന്മാര് പറഞ്ഞാൽ ഈ ചേക്കന്മാര് പറയുന്ന വർത്താനം ആർക്ക് പറയാ? പറയട ചങ്ങായിമാരെ, നിങ്ങൾ എന്തിനാണ് പേടിക്കണേ? ഞാനല്ലട പറയണേ. ഇന്നത്തെ ചേക്കന്മാരെ പണിയാണ് എന്ത്? വലിച്ചൂട്ടൽ. ഇത് ത്വരീക്കത്തിന് ചേർന്നല്ല. ഒരു ആള് ഒരു മഹത്വത്തിലേക്കുള്ളതാണെങ്കിൽ ആ ആളെ അവിടുത്തെ ആരെത്തിക്കും? അള്ളാഹു എത്തിക്കും. എൻ്റെ കൈ എനിക്ക് ഒരാൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ ആ ആൾ കയ്യിൻ്റെ പകരക്കാരനാ. എൻ്റെ കൈ മോശപ്പെട്ട കയ്യാ, കൈ നല്ല കയ്യാ. അപ്പം നമുക്ക് മനസ്സിലായില്ലേ, മോശപ്പെട്ട കൈ കൊണ്ട് നല്ല കൈയിന് വേണ്ടി പിടിക്കാലോ. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയും മൂപ്പരിപ്പോൾ വലിയ ചെയ്ക്കാത്രേ, മൂപ്പര് എല്ലാവർക്കും ത്വരീക്കത്തിൽ ഞാനൊരാൾക്ക് ചൊല്ലി കൊടുക്കുന്നുള്ളൂ. ഞാൻ അയാൾക്ക് പകരം ഇന്നലെ രാത്രി ഒരാൾക്ക് ചൊല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക? അവരുടെ കയ്യിൻ്റെ പകരക്കാരനായി. فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا. അവർ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? മീനിനെ മറന്നുപോയി. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ. അത് ബഹറിൽ ഒരു മാളമുണ്ടാക്കി. ഫലമ്മ ജാവസ, അതും വിട്ടുകടന്നു പോയപ്പോൾ ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഒരു ഫതാ, ബാല്യക്കാരനോട്, ആത്തിന ഖുദാഅന, പ്രാതൽ കൊണ്ടുവാ, ലഖദ് ലഖീനാ മിൻ സഫരിന ഹാദാ നസബാ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര ക്ഷീണം വന്നല്ലോ, ഇതൊരു അലാമത്താണ്. എന്ത്? തിരിച്ചു വരാൻ തിരിഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് അനവധി സമയം അപ്പോഴത്തേന് മൂസാ നബി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും എന്തുണ്ടായിട്ടില്ല? ക്ഷീണം ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ക്ഷീണം ഉണ്ടായി. അപ്പോൾ മനസ്സിലായി എന്ത്? ആ വിട്ടിടന്ന് പോയാലേ ക്ഷീണം ഉണ്ടാവുള്ളൂ. മനസ്സിലുണ്ട്. അപ്പം നിനക്കൊരു നഷാത്ത് അവിടെ കിട്ടും. മഹാന്മാരെ തേടുമ്പോൾ നിനക്ക് നഷാത്ത് കിട്ടും. ആ നഷാത്ത് മൂസാ നബിക്ക് ഭയങ്കര താബ് തോന്നി. അപ്പോൾ താബ് തോന്നിയപ്പോൾ എന്ത് പറഞ്ഞു? ആ മീൻ അവിടെ പോയല്ലോ. അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ആ മാളത്തിലൂടെ ഇറങ്ങി ചെന്നു. അപ്പോൾ ആളെ കണ്ടു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പം ഇവിടെ മുഫസ്സിരീങ്ങൾ പറയാണ് എന്ത്? അതുവരെ ഒരു ക്ഷീണം മൂസാ നബിക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ട്? അത് അള്ളാഹിൻ്റെ പൊരുത്തം. ആ വ്യക്തിയെ കാണാനുള്ള വഴിയാണത്. പിന്നെ ആ വ്യക്തിക്ക് കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ അവിടെ സ്വാഭാവികമായും അപ്പോൾ അള്ളാഹിൻ്റെ പൊരുത്തം അവിടെ അവസാനിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്ത് വരും? ഈ തായ്പ് വരും. അപ്പോൾ തന്നെ മീനോട്ട് കാണാനും ഇല്ല. അപ്പോൾ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അലാമത്ത് യഥാർത്ഥ വ്യക്തിക്ക് അവിടെ ഒരു അടയാളം ഉള്ള കൊടുക്കും. ഇത് ചിലപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? ഇത് ചിലപ്പോൾ ഒരു മഹാനെ തേടി പോവാണ്. അങ്ങനെയാണ് എൻ്റെ കാർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഓഫായി. എന്ത് കാട്ടിനും കാറ് നന്നാണില്ല. അങ്ങനെ അന്ന് അവിടെ പള്ളിയിൽ കൂടേണ്ടി വന്നു. കാറ് നന്നാണില്ല. അവിടെ അങ്ങനെ പള്ളിയിലെ മൊല്ലാക്കാനായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞ വർഷം കഴിച്ചു. അപ്പം മൊല്ലാക്ക പറഞ്ഞ്, നിങ്ങൾ എവിടുക്ക പോണ്? ഞങ്ങൾക്ക് പറ്റിയ ഒരാളെ തേടി പോവുകയാണ്. ഇവിടെ ഒരാളുണ്ട്, ഞാൻ മൂപ്പരെ കൈ പിടിച്ചാണ്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അധികം ആർക്കൊന്നും അറിയില്ല, പക്ഷെ ആൾ ഭയങ്കര ആളാണ്, നിങ്ങളൊന്ന് നോക്കിക്കാളി. പിറ്റേന്ന് സുബൈസ്കിച്ചിൽ പോയോക്കി ഉഷാർ. പിന്നെ ആയുസ് മുഴുവൻ കൂടിയപ്പോഴും ഇത് വലിയെന്നും ആരിഫെന്ന് 100% ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു അടയാളം കാട്ടിത്തന്നാണ്. എന്ത്? കാറ് കടായി. പിന്നെ എന്താ പറയുക, അതിൻ്റെ മെക്കാനിക്കുകളെയും കൊണ്ടുവന്നിട്ട് എന്തായില്ല? കാരണം നന്നായില്ല. മനസ്സിലാണ്ട് പറഞ്ഞ അങ്ങനെ ഒരിക്കൽ ഫ്ലൈറ്റ് മിസ്സായി. അങ്ങനെ എന്തായി? പിന്നെ പോകുമ്പോൾ അവിടെ ജോർദാനിൽ ഫ്ലൈറ്റ് മിസ്സായി. അതിൻ്റെ ഫ്ലൈറ്റിൽ പിന്നെ അവിടെ ആളുകളെ നിർത്തി 24 മണിക്കൂർ അടുത്ത ഫ്ലൈറ്റ് ഉള്ളു പറഞ്ഞു. അപ്പോൾ അവിടെ ഇറങ്ങി. പിന്നെ ഒരു ഹോട്ടൽ മുറി എടുത്തു. അപ്പോൾ ഒരു പള്ളിക്ക് നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഒരു താടിക്കാരനെ കണ്ടു. അപ്പോൾ ആ താടിക്കാരൻ പിന്നെ എൻ്റെ എവിടുന്നൊക്കെ ചോദിച്ചപ്പോൾ നിനക്കറിയുന്ന മുറിയൻ അറബിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്ത് വന്നതാണോ? അല്ല. അങ്ങനെ ഷെയ്ഖ് ഉണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കി. നമുക്ക് വലിയ ആളാണ്. അപ്പം എന്തേ കാരണം? അന്നെൻ്റെ യാത്ര മുടക്കി. ഇത് മുത്തക്കയാവും. എൻ്റെ ഉദ്ദേശം നല്ലതായത് കൊണ്ടായിരിക്കാം ആ വിമാനത്തിന് നല്ല കേടുണ്ടാക്കിയത്. അപ്പോൾ 500 ആളെ യാത്ര അന്ന് മുടക്കി. ആർക്ക് വേണ്ടി? ഒരു സാലിഹിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി. അങ്ങനെ അള്ളാഹു തആല പറയും, ചെയ്യും, ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അള്ളാഹു നമുക്ക് ആളെ തരട്ടെ. അപ്പോൾ അതാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഒരു അടയാളം അവിടെ കണ്ടു. എന്നിട്ട് ഇനിയിപ്പോൾ അവിടെ നീട്ടുന്നില്ല, കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് നീട്ടുന്നില്ല, ചുരുക്കം. പിന്നെന്താ അടുത്തായത്? പിന്നെ നോക്ക് പിന്നെ
പിന്നെ അങ്ങനെ കാലാറായി ഇതാ അങ്ങനെ കഴിഞ്ഞു. ഇനി നസീത്തുൽ ഹൂത വമാ അൻസാനിയു ഇല്ല ഷൈത്താൻ, അൻസാനിയു ഇല്ല ഷൈത്താൻ. ഇവിടെ 3 നെസിയാനുണ്ട്, 3 നെസിയാന്. എന്ത്? നസീത്തുൽ ഹൂത എന്ന് പറയുന്നുണ്ട്, വമാ അൻസാനിഹു എന്ന് പറയുന്നുണ്ട്. പിന്നെ മനസ്സിലായി 3 നെസിയാൻ അവിടെ കാണാം. എന്ത് നസിയാഹൂതഹുമാ, ഒരു നിസ്യാനായി. നസീത്തുൽ ഹൂത 2 മറവിയായി. ഇവാൻസാനിയുല്ല ഷൈത്താൻ 3 മറവിയായി. ഇത് ചില മഹാന്മാർ പറയുന്നത് അത് മൂസാ നബി ഈ 3 നിസ്യാൻ എന്നതൊരു ഉദാഹരണമാണ്. ഇതെന്താണ്? ഔലിയാക്കന്മാരോട് കളിക്കരുത്, ഔലിയാക്കന്മാരെ തേടിപ്പോൾ ഇവിടെ ഒന്നും മൂസാ നബിക്ക് സംഭവിച്ചല്ല. പക്ഷെ അവിടെ മറവി 3 വട്ടം കണ്ടു. ഈ 3 വട്ടം കണ്ടു എന്ന് പറഞ്ഞാൽ നിന്റെ ഇസ്ലാമും ഈമാനും എഹ്സാനും 3ഉം ഇല്ലാതാക്കുന്ന പണിയും ഔലിയാക്കന്മാരെ തേടി പോകുമ്പോൾ നീ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഉദാഹരണം എന്താണ് ഈ നെസ്യാൻ? നെസ്യാൻ എന്ന് പറഞ്ഞാൽ ആഖിലിന് സംഭവിക്കുന്ന ട്രബിളാണ് എന്ത്? റൂഹിന് സംഭവിക്കുന്നതല്ല, ആഖിലിന് സംഭവിക്കുന്ന ട്രബിളാണ് എന്ത്? അതാണ് നെസ്യാൻ. ബുദ്ധി ഒരു കാര്യവുമായുള്ള ബന്ധം തൽക്കാലമെങ്കിലും വിടുക, അല്ലെങ്കിൽ പൂർണ്ണമായി വിടുക. അപ്പോൾ എന്തുണ്ടാവും? നീ പഠിച്ചതാണെങ്കിലും നിനക്ക് ഓർക്കാൻ കഴിയില്ല. അപ്പോൾ ഔലിയാക്കന്മാരെ കുറ്റം പറയരുത്. ചില മഹാന്മാരുടെ വീക്ഷണമാണ് ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ നീ പഠിച്ച കെലിമ വരെ മരിക്കുന്ന നേരത്ത് പറയുമ്പോൾ. ഇപ്പം വലിയൊരു സംഭവമാണല്ലോ ഇവിടെ ആര് കണ്ടത്? യൂഷ സംഭവം കണ്ടല്ലോ. എന്ത്? പിന്നെ മത്സ്യം അവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു മാളവിടെ ഉണ്ടായി, അവിടെ കടൽ കൂടാതെ നിന്നു. അപ്പോൾ ഇതൊരു അത്ഭുതം തന്നെയല്ലേ? ഈ അത്ഭുതം എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് അവിടെ മറക്കാൻ പാടില്ലല്ലോ? പക്ഷെ മറന്നല്ലോ, അത്ഭുതമായി കണ്ടതും മറന്നു. നീ എൻ്റെ ആയുസ് മുഴുവനും പരിശുദ്ധ കലിമ ചെല്ലിപ്പിച്ചും വയലുറഞ്ഞും നടന്നതാണെങ്കിലും ഔലിയാക്കന്മാരോട് കളിക്കേണ്ട, നിനക്ക് കലിമ ഇല്ലാതെ മരിക്കേണ്ടി വരും. നിന്റെ യൗവനം നാശാവും, നിന്റെ വാർദ്ധക്യം നാശാവും, വാർദ്ധക്യത്തിൻ്റെ വാർദ്ധക്യം നാശാവും. ഈ വാർദ്ധക്യത്തിൻ്റെ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അത്തും മുത്തൊത്തലാണ്. ചില ആളുകൾക്ക് അത്തും മുത്താണെങ്കിലും മരിക്കണേന് അന്നാണ് തെളിയും. അതിൻ്റെ CM-ന്റെ ഖാദിമായിരുന്നു. ചിലർക്കോ അത്തുമ്പത്തിലെത്തി അങ്ങോട്ട് തിരിച്ചു വരൂല. അതായത് എന്ത് ചെല്ലാൻ കഴിയില്ല, കെലിമെല്ലാൻ കഴിയില്ല. കെലിമ ആക്കല് കൊടുക്കണം. ആക്കല് പഠിച്ച ഒരു കാര്യത്തെ മറക്കലാണ് എന്ത്? നിസ്യാന്. പറഞ്ഞ മനസ്സിലാവും, വളരെ ഭയങ്കരാണിത്. ഔലിയാക്കന്മാരോട് കളിക്കുക ചെയ്യരുത്. ഇത് ഇവിടെ അള്ളാഹു അടയാളം കാട്ടി തന്നാണ്. ഇവിടെ നസീതു ഒരു നെസിയ പറഞ്ഞു, പിന്നെ നസീത്ത് പറഞ്ഞു, പിന്നെ വമാ അൻസാനീഹു. അപ്പൊ 3 മറവി പറഞ്ഞു. നിന്റെ യൗവനം നശിക്കും, അള്ളാഹിന്റെ പൊരുത്തം നഷ്ടപ്പെടും. നിന്റെ വാർദ്ധക്യം അള്ളാഹിന്റെ പൊരുത്തം നഷ്ടപ്പെടും. മനസ്സിലായി? അങ്ങനത്തെ എത്രയോ ഉണ്ട്. പൊരുത്തക്കേട് വാങ്ങിപ്പോയി, കുരുത്തക്കേട് തന്നെ മരിച്ചുപോയി. അള്ളാഹ്ക്ക് പരലോകത്തെ രക്ഷപ്പെടുത്തി കൊടുക്കാം, പക്ഷെ ആഖിബത്ത് നാശമായി. അള്ളാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആരോട് കളിക്കരുത്? ഔലിയാക്കൾ പൊന്നാര മക്കളെ കളിക്കരുത്. നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഓൻ ഔലിയല്ല എന്ന് ഇജ്ജ് പറയരുത്. നീ കളിക്കുക ചെയ്ത് ചെയ്യല്ല, അങ്ങനെയല്ല. അതൊക്കെ ഒന്ന് സ്റ്റേജിൽ കയറി വിളിച്ച് പറയുന്ന ലാഹിരി ആലിമീങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. എന്താ ഈ കാരണം? അവർക്ക് സംഘടനയിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ സ്ഥാനം നിലനിർത്തണം. ഇതൊക്കെ തന്നെ അവരുടെ ലക്ഷ്യം. അത് തീക്കൊള്ളി കൊണ്ട് തല ചെറിയലാണ് പൊട്ട. അഞ്ച് മെനക്കെടണ്ട. അള്ളാഹിന്റെ ഔലിയാക്കന്മാരോട് കളിക്കണ്ട. അവരെ നിനക്കറിയില്ല. നമ്മളെ ഭാഗത്തേക്ക് വരാം. ഇനിയിപ്പോൾ അടുത്ത വാക്ക് എന്താണെന്നറിയ കുട്ടികളെ ശ്രദ്ധിക്കണം. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. വളരെ ശ്രദ്ധിക്കേണ്ട രീതിയാണ്. ഫലഖിയാനല്ല, ലഖിയ കണ്ടെത്തി, കണ്ടുമുട്ടി. ലഖിയാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കുറച്ചപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ചപ്പുറത്ത് പറയാനുണ്ട്. ലഖദ് ലഖീന, നാം അഭിമുഖീകരിച്ചു. മിൻ സഫറിനാ ഹാദാ നസബാ. അവിടെ ലഖീന, നാം അഭിമുഖീകരിച്ചു എന്ന് പറഞ്ഞ് കണ്ടുമുട്ടി, നാം അഭിമുഖീകരിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇനി കുറച്ചപ്പുറത്ത് പറയുന്നുണ്ട്, ഹത്താ ഇദാ ലഖിയാ ഗുലാമൻ, ഒരു ഗുലാമിനെ കണ്ടുമുട്ടി. ഇവിടെ എന്താ പറയണേ? ഓഹോ, അപ്പൊ എന്താ വ്യത്യാസം?
മുലാഖാത്ത് മതിയാകൂല. പ്രഥമ ദൃഷ്ടിയുള്ള കാണലാണ് എന്ത്? മുലാഖാത്ത്. വിജ്ദാൻ എന്നാൽ ഉള്ളറിഞ്ഞ് അകക്കണ്ണ് തുറന്ന് അനുഭവജ്ഞാനമായി നേടലാണ് എന്ത്? വിജ്ദാനിയത്ത്. അപ്പൊ എന്ത് പറ്റൂല? മുലാഖാത്ത് മതിയാകൂല. എന്ത് വേണം? വിജ്ദാൻ തന്നെ വേണം. അതിന് പണിയുണ്ട്. അതിന് ഒപ്പട് കൂടി ചിലപ്പോൾ ഒറ്റ ദൃഷ്ടിയാൽ തന്നെ അവരെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ കൊല്ലങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുള്ളൂ. എന്ത് മതിയാവൂല? കണ്ട് ബർക്കത്തെടുത്ത് നിങ്ങൾ എനിക്കൊരു ദിക്ർ പറഞ്ഞേരി. ഇപ്പൊ ദിക്റിനും കുക്കറിനും നടക്കുന്ന കുക്കറുകൾ കുറേ ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. മനസ്സിലായില്ല? എന്തിനാ? എനിക്ക് കടം കൊണ്ട് കൊഞ്ഞ് ഉസ്താദേ നിങ്ങൾ എനിക്ക് ദിക്ർ പറഞ്ഞേരി. അപ്പോൾ ഓൻ്റെ കടം വിട്ടാൽ ഞാൻ ദിക്ർ പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോൾ ഇപ്പൊ പുതിയ ഒരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? യുദ്ധത്തിന്റെ പേടിയില്ലാതെ നിൽക്കണ ദിക്ർ. അപ്പൊ ഇനി അടുത്ത കൂട്ടർ വന്നാട് എന്തായിരിക്കും പറയുന്നറിയോ? ഇനി ദുബായ് കൊണ്ടുവരും. ദുബായ്ക്കാ പോകണം ഉസ്താദേ, അവിടെ യുദ്ധമൊക്കെ പേടിയാകാതൊക്കെ ദിക്ർ പറഞ്ഞേരി. അപ്പൊ ഈ ദിക്ർ കുക്കറിന്റെ ആളുകൾ ഇപ്പൊ കൂടിയിട്ടുണ്ട്. എല്ലാവരും കുക്കറാണൊക്കെ വേണ്ടത്. ദിക്ർ കുക്കറല്ല. എന്ത്? ഷെയ്ഖിനെ തേടല്. ഷെയ്ഖ് ചിലപ്പോൾ ദിക്റന്നെ പറഞ്ഞില്ല. ചിലപ്പോൾ ഇജ്ജ് പഠിച്ച ദിക്ർ ആവൂല പറഞ്ഞത്. തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ. ഇതാണ് ദിക്ർ പറഞ്ഞു കൊടുക്കുക. ആര്? ബീരാനി പാപ്പ. പിന്നെ ഇലാഹി എന്താ പറയും? തവളയും മക്കളും ഹാലർ ചെലിക്കൊളി, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും. വല്യാപ്പ എന്നോട് പറഞ്ഞതാ. എൻ്റെ വാപ്പിമാർ വല്യാപ്പിമാർ. എന്ത്? ബീരാനെ പാപ്പൻ്റെ അടുത്തേക്ക്. അപ്പം ബീരാനെ പാപ്പ കുറേ ആളുകൾ കൂട്ടി പാപ്പ ചെലിക്കൊളി, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, തവളയും മക്കളും ഹാലർ, ഇലാഹി അന്ത മഖ്സൂദി. തവളയും മക്കളും ഹാലർ. ഇതാണ് ദിക്ർ. ഈ ദിക്ർ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളും? പക്ഷെ ഞാൻ പിന്നീട് ബാപ്പൻ എന്നോട് പറഞ്ഞിട്ട്, എടാ അതിൻ്റെ അർത്ഥം തവളൻ്റെ താഴെയുള്ളവർ എന്നാണ് ആ പറഞ്ഞത്. അവരവരുടെ നെഫ്സിനെ നിന്ദിക്കുകയാണ് ആരുടെ മുന്നിൽ? അല്ലാ, എൻ്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നത് ഈ പോയി തവളയാണ്. ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഞാൻ തെളിയില്ല. നിന്റെ ഹളറത്തിലേക്ക് കൈ നീട്ടാണെന്നും ഈ വീരാന് വിലല്ല. നാട്ടുകാരനെ ഔലിയാന്നറിയാം. ഞാൻ എൻ്റെ മുന്നിൽ പോയി തവളയാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരിൻ്റെ ബേക്കിലുള്ളവർ എൻ്റെ അത്രയും പോലില്ല. ഞാൻ പോയി തവളയാണ്, അവർക്കില്ല. ഞങ്ങളെ കൈ നീട്ടണം, ഞങ്ങളെ തട്ടരുത്. ഇത് ദലീലാകുക ആരെ മുന്നിൽ? അള്ളാൻ്റെ മുന്നിൽ. സുബ്ഹാനല്ലാഹ്. ഭയങ്കര ചിന്തക്ക് എൻ്റെ അതിൻ്റെ അർത്ഥം എനിക്ക് പറഞ്ഞത്. ഇതേ വാക്കിനെ നിഷേധിക്കുന്ന വാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ വയറ് കഴിഞ്ഞാൽ അവർ ഇവിടെ ക്ലിപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യും. ഇജി കട്ട് ചെയ്തു എനിക്ക് എന്നെ പേടിയില്ലല്ലോ. അതിനെപ്പോഴത്തെ ഇത്ര ആളാണ് ഇവിടെ നടക്കണം അള്ളാൻ്റെ ഈമാൻ ഇസ്ലാമും കളയാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കി നിങ്ങൾ മനസ്സിലായി പറഞ്ഞു. ദിക്റിന് ഒരാളെ കണ്ടിട്ട് വാ ഉസ്താദേ ഒരു ദിക്ർ പറഞ്ഞു തരും. ഇതല്ല ആരെ തേടൽ? ഷെയ്ഖിനത്തെ തബറുക്കിന് വേണ്ടിയോ കച്ചവടം കൂടാൻ വേണ്ടിയോ മറ്റോ ദിക്ർ വാങ്ങലല്ല ആരെ തേടൽ. നന്നങ്ങോട്ട് എന്നോട് നന്നാക്കണം. ചിലപ്പോൾ 10 കൊല്ലം ദിക്ർ എല്ലാവരും ചെന്നിട്ടുണ്ടാവില്ല. ഷെയ്ഖിനെ നന്നാക്കാൻ കഴിയാത്തോണ്ടല്ല, ഇത് സമർപ്പിക്കാത്തോണ്ടാണ്. അതാണ്. ഇപ്പം നമ്മൾ ഒരു ഹുക്ക് കൊണ്ടുപോയിട്ട് ചുമരുമൾ പറ്റിച്ചാൽ ആ ചുമരുമങ്ങൾക്ക് 4-10 കോട്ട് തൂക്കിയാലും അത് ഒന്നും പറ്റില്ല. ചിലപ്പോൾ ഹുക്ക് അവിടെ പറ്റിച്ചാൽ അപ്പം തന്നെ കൊഴിഞ്ഞോടും ചെയ്യും. എന്ത്? ഈ ഹുക്ക് പറ്റണം. എന്തുമ്മൽ പറയടോ? ചുമരുമ പറ്റണം. അതിൻ്റെ ഇടയിൽ ലൈസ ബൈനൽ ഹുക്കി വ ബൈനൽ ജിദാരി ഫുർജത്തുൻ ഹത്താ തദ്ഖുലുൽ ഹവ. അതിൻ്റെ ഇടയ്ക്ക് ഹവ കയറുന്ന ഒരു ഫുർജത്ത് അവിടെ ഉണ്ടാകാൻ പാടില്ല. ഹവ അല്ലാതെ ശരിക്ക് ഈ ഹുക്ക് ഇത് ചുമരുമ പറ്റിയിട്ടുണ്ടെങ്കിൽ 4 കോട്ട് അവിടെ തൂക്കാം. എന്തുകൊണ്ട്? അങ്ങനെ ഒട്ടിയിട്ടുണ്ട് ഹുക്ക്. ആരിലേക്ക്? ചുമരിലേക്ക്. അപ്പൊ അവിടെ ഞാൻ എന്ത് തൂക്കാ? ഇനി ഒന്നും മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു വലിയനാണ് ഈ തേടിയതെങ്കിൽ നിങ്ങൾ എത്ര ആൾ തൂങ്ങിയാലും എന്നൊന്നും പ്രശ്നം വരില്ല. 1 2 ഈ വലിയിലേക്ക് നീ ഹുക്കിനെ പോലെ വെച്ചണം. മനസ്സിലായില്ലേ? നീ സമർപ്പിക്കണം നിന്റെ തടി ആരുടെ മുന്നിൽ? ഷെയ്ഖിന്റെ മുന്നിൽ. ഷെയ്ഖ് പറയുന്നത് അലിയുൽ ഖവാസ് തങ്ങൾ ഇമാം ഷാറാനിയോട് പറഞ്ഞ 3 മാസം ഖുർആൻ തുറന്നു നോക്കാൻ പാടില്ല. അക്കാലത്തെ മിസ്രിലെ ഏറ്റവും വലിയ ഖാദിയാണ് ആര്? ഇമാം ഷാറാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അക്കാലത്ത് മനസ്സിലായില്ലേ? അക്കാലത്തെ മിസ്ർ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് ആര്? ഇമാം ഷാറാനി. ആ ഇമാം ഷാറാനി തങ്ങളോട് അലിയുൽ ഖവാസി എന്ന ആരിഫ് ഇനി ഒന്ന് നന്നാക്കി തരി എന്ന് പറഞ്ഞു. എന്നപ്പോൾ എന്ത് പറഞ്ഞു? നന്നാക്ക് എന്നെ അറിഞ്ഞു നടക്കല്ലേ. ഞാൻ നന്നാക്കണമെങ്കിൽ 3 മാസം ഖുർആൻ തുറന്നു നോക്കരുത്.
ഫർള് മാത്രം നിസ്കരിക്കുക, വേറെ ഒരു പണിയെടുക്കണ്ട. പിന്നെ നന്നായി കൊടുത്തു. പിന്നെ എന്ത് പറഞ്ഞ് വിശദീകരിച്ചു. എൻ്റെ അടുത്ത് വന്നപ്പറ്റി നിറഞ്ഞ പാത്രമാണ്, ആവശ്യമില്ലാത്ത നിറച്ച് കിടക്കണതിൽ. ഇനി അതൊന്ന് ചരിച്ചൊഴിവാക്കണം, എന്നിട്ടേ ഇൻ്റെ തൈക്ക് പാരാൻ പറ്റുള്ളൂ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതന്നെ ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾ അബ്ദുസ്സലാം ഇബ്നു ബശീറിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉളൂനെ ശരീഅത്തില്ല. ആരോടാ പറയുന്നത്? ഇമാം അബുൽ ഹസൻ ശാദുലിയോട്. ആരാണ് അബുൽ ഹസൻ ശാദുലി? എന്താണ് നോക്കിയിരിക്കുന്നത്? റളിയല്ലാഹു അൻഹു പറയും, എന്താണ് വിചാരിച്ച്? ആരാണ് അബുൽ ഹസൻ? അതേ സമയത്ത് ആ അബുൽ ഹസന്റെ ഷെയ്ഖാണ് ആര്? അബ്ദുസ്സലാം ഇബ്നു ബശീർ. മനുഷ്യന്മാരെ മുന്നിൽ പറഞ്ഞ എന്ത് ഉളുർത്ത് വന്നപ്പോൾ ശരീഅത്തിലെ ഉളുർത്ത് പറഞ്ഞു 4 വട്ടം മടക്കി. ആരെ? ലോകം കണ്ട ആലിമായി അക്കാലം ലോകം അംഗീകരിക്കുന്ന ലാഹിരി ഉലമാക്കളിൽ അത്രയും വലിയ ആളാണ് ആര്? അബുൽ ഹസൻ ശാദുലി. ആ ആളോട് ആരിഫ് പറഞ്ഞു, എന്തേ കിബിർ കൊയ്ച്ചടിച്ച്. അപ്പോഴത്തേനും ആ നാട്ടുകാരായ വല്ല നാട്ടുകാരും അവിടെ ഉണ്ടെങ്കിലും അയ്യേ ഇയാളെയാണല്ലോ നമ്മൾ ഇക്കാലം വരെ തുടർന്നത്, ഇയാൾക്ക് എന്തെന്നെ അറിയില്ല. ഉളയ്യേ കാക്കാ, നിങ്ങളല്ലേ ഞങ്ങളെ പറ്റിച്ചിന് ഇക്കാലം വരെ? നിങ്ങളല്ലേ കാതിൽ കുളാത്തരം വലിയ കൊല്ലിയ തൊപ്പിയും മറ്റൊക്കെ ഇട്ട് നടന്നിന് കാക്ക എന്ന ചിന്ത ഇവിടെ ആർക്ക് വന്ന്? നാടന്മാർക്ക് വരുമല്ലോ, നാടന്മാർ ഭക്ഷണമാക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി 2 ആളും കൂടി ചായക്ക് വേണ്ടി പോണോടത്ത് ആ ക്യാൻറ്റീനിൽ നാടന്മാരായവരുണ്ടെങ്കിൽ ഒരു മൂളും. ഇപ്പോഴല്ലേ തിരിഞ്ഞ് വരെ അറിയില്ല. അപ്പൊ കൊയിഞ്ഞാടി. എന്ത് കൊയിഞ്ഞാടി? കിബിർ കൊയിഞ്ഞാടി. ഈ കിബിർ കൊയിച്ചാടാത്ത കാലത്തോളം 10 25 കൊല്ലം ഷെയ്ഖിന്റെ അടുത്ത് നിന്നൊരു കാര്യമല്ല. അപ്പൊ ഷെയ്ഖിനെ മുലാഖാത്ത് മതിയാവൂല. ഇന്നിപ്പോ നമ്മൾ എന്താണെന്നറിയോ? നമ്മളൊരു കാറിനാണ് പോകുമ്പോൾ ഒരു ഷെയ്ഖിന്റെ പേരുണ്ട്, ഇറങ്ങാ സലാം അലൈക്കും, ഞങ്ങൾ ഇന്നത്തെ ഇന്നാലിന്ന സംഘടനയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഞങ്ങൾ ഇന്നത്തെ ഇന്നങ്ങനെ മല്യോനാണ്, മറ്റേതാണ് കോളേജ് പ്രിൻസിപ്പാളാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ മറ്റേതാണ്, ഞങ്ങൾ മറ്റേതാണ്. ഒന്നും ബേജാറുണ്ട്. ആ ബേജാറാണ്, പേരൊന്നും പറയില്ല. പക്ഷെ ഓലൊന്നും ഞാൻ അതിൽ ഒഴിവാക്കിയിട്ടില്ല, അത് മനസ്സിലായിക്കോളി. ഞങ്ങൾക്ക് പേടിക്കണ പേരൊന്നും ഞാൻ അതിൽ പറയില്ല. എങ്കിലും ഒരാളെയും ഞാൻ ഈ കൂട്ടത്തിൽ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഓരോ എന്താണ് ഷെയ്ഖിനെ കണ്ടപ്പോൾ എന്ത് പറയും? ഒരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ മുണ്ടമ്പടിയും കൊണ്ടിച്ച് പോകുന്നത് കൊണ്ട് ഞാൻ പണ്ട് നമ്മൾ ചിലർ പറയാ, ഞങ്ങളെ കോയമ്പത്തങ്ങൾ എനിക്കൊരു ദിക്ർ തന്നീന്, എൻ്റെ കിബിർ പോകുമോ? എന്നിട്ട് അതുകൊണ്ട് നടക്കുകയാണ്. ഒരു പൽപ്പത്തരം പറയാ, രഘുമാരില്ലോ കോയമ്പത്തങ്ങൾ എനിക്കൊരു ദിക്ർ തന്നീ, തേമത്ത ദിക്ർ തന്നുകൊണ്ട് ജൗലിയാവും. അത് ചങ്ങായി മുലാഖാത്തല്ലേ? അത് വിജ്ദാനാണോ? വിജ്ദാനാണെങ്കിൽ എൻ്റെ എന്ത് തുറക്കണം? അകക്കണ്ണ് തുറക്കണം. എൻ്റെ അകത്തെ കണ്ണ് അവിടെ തുറക്കണം. നിന്റെ അകക്കണ്ണ് തുറന്നാൽ അതിന്റെ വിജ്ദാൻ, റൂഹിന്റെ വിജ്ദാന്റെ വാതിൽ തുറക്കുള്ളൂ. അപ്പോൾ നീ അനുഭവിക്കും ആരെ? ഷെയ്ഖിനെ. അപ്പോൾ നീ ആരെ അനുഭവിക്കും? അല്ലാഹ്. ഈ അനുഭവിപ്പിച്ചാൽ ലാഹിരി ആലിമിന് കഴിയില്ല. ലാഹിരി ആലിം ഇവിടെ പോയി സമർപ്പിക്കണം. തല കൊടുത്ത് ചിന്തിച്ചോളി. എന്താ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അവര് വിജ്ദാനിലെത്തി. അപ്പൊ എന്തായി? അപ്പൊ മുലാഖാത്ത് ഞാൻ കാണിച്ചില്ലേ, നേരെ അപ്പുറത്ത് കണ്ടിട്ട് ലഖദ് ലഖീന അപ്പുറത്ത് കഴിഞ്ഞു. എങ്ങനെയാണ് അത്? ലഖിയാ ഗുലാമൻ, ഒരു ഗുലാമിനെ മുലാഖാത്ത് നടത്തി. അതല്ല അവർ വിജ്ദാൻ എന്ന അനുഭവജ്ഞാനാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടി വരും? ഉള്ളു തുറക്കണം. അപ്പോൾ അനുഭവിക്കും. ഈ അനുഭവിക്കുന്നതിന് മൂസ നബിക്ക് 1 സെക്കൻഡ് മതിയാവും. അനക്കും എനിക്കും 10 കൊല്ലം 15 കൊല്ലം 25 കൊല്ലം മതിയാവില്ല. അപ്പൊ പിന്നാലെ കൂട്ടണം. നന്നാകാൻ വേണ്ടി ഒരാളെ പിന്നാലെ കൂടി. ചിലപ്പോൾ അയാളിൽ നിന്നൊരു തിന്മ കണ്ടോയില്ല, അങ്ങനെ മരിച്ചു. ചിലപ്പോൾ ഇയാൾ ഒത്ത ആളല്ലെങ്കിലും എന്നെ രക്ഷപ്പെടുത്തും ആര്? അല്ലാഹു. നിനക്ക് മോശം അയാളിൽ കണ്ടിട്ടില്ല, വേറുള്ളവർക്ക് നോക്കും വേണ്ട. വേറുള്ളവർക്ക് ലാഹിരി ആലിമീങ്ങൾക്ക് ഇത് പറയാനുള്ള അവകാശമില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒരിക്കലും ആരിഫുൽ വലിയ ഇല്ലൽ വലിയു, വലിയനെ ആർക്കേ അറിയൂ? വലിയനെ അറിയാം. അല്ലെ ഭർത്താൻ പറയണ്ട, അറിയില്ല, അറിയൂല. അപ്പൊ ചുരുക്കത്തിൽ നോക്കുന്നത് ഇനി രണ്ടാമത്തെ അർത്ഥം അങ്ങനെ പറയുന്നു. കുട്ടികളെ അർത്ഥം നോക്കി. അവർ രണ്ടാളും അങ്ങനെ ഉള്ളറിഞ്ഞു കണ്ടെത്തി. അബ്ദൻ, ഒരു ദാസനെ. മിൻ ഇബാദിന. എന്തിനാ ഇവിടെ അബ്ദൻ എന്ന് പറഞ്ഞാൽ പറയുന്നു? അബ്ദൻ മിൻ ഇബാദിന എന്തിനാ പറഞ്ഞു?
ലോകാവസാനം വരെ ഇങ്ങനത്തെ ഇബാദിനെ ഞാൻ ഉണ്ടാക്കും, നീ നിന്റെ അബിദിനെ കണ്ടെത്തണം എന്നതിലേക്കുള്ള ഇഷാർത്താണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന കിതാബ് അത്. ലോകാവസാനത്തിൽ മറക്കാതെ ഓതേണ്ട സൂറത്തും അത്. അപ്പൊ പണ്ടത്തെക്കാൾ പണ്ടെനക്കാൻ എൻ്റെ ബാപ്പ മതിയാവും, ഇപ്പൊ നിനക്ക് ആര് പോരാ? ബാപ്പ പോരാ, അബിദിനെ കണ്ടെത്താൻ. അബുദോ അത് അബുദ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. ഈ ജാതി അബുദ് മിൻ ഇബാദിന, എൻ്റെ പ്രത്യേക ദാസന്മാരിൽ പെട്ട ഒരു പൂർണ്ണദാസൻ. അങ്ങനത്തെ പൂർണ്ണദാസന്മാർ ഇഷ്ടംപോലെ എനിക്കുണ്ട്. പൂർണ്ണത എത്തിയവര് അങ്ങനത്തെ ഇഷ്ടം പോലെ ഒരു ഹബീബായ നബി പറഞ്ഞല്ലേ, പൂർണ്ണത എത്തിയവര് ധാരാളമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടാവും ഖിയാമത്ത് നാൾ വരെ. ഇത് കണ്ടെത്തണ ആളെ എന്റെ ദാസന്മാരിൽ പെട്ട ഒരു ദാസനെ അവർ കണ്ടെത്തി. അവര് മുലാഖാത്തല്ല, ശരിക്കും അവർക്ക് മനസ്സിലായി ഈ ആളാണ്, മനസ്സിലായി. മിൻ ഇബാദിന ഖുർആനിലാ പറയുന്നത്, പണ്ടത്തെ ആളുകൾക്ക് കൊടുത്ത കിതാബല്ലത്. പണ്ടത്തെ മനസ്സിലായില്ല, ആ ആളെ പിന്നെ ഒരു കണ്ടെത്തിട്ടോന്ന് പറഞ്ഞാൽ അള്ളാഹ് അവിടെ പോയാൽ പോലെ. എന്തിനാ മിൻ ഇബാദിനാന്ന്? നിനക്കും എനിക്കും ചിന്തിക്കാനാണ് മോനിയരെ. ഈ ഇബാദത്ത് നിഷേധിക്കണ്ട. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട കിതാബാണ്. ലോകാവസാനം വരുമ്പോൾ ഓതി പഠിക്കേണ്ട സൂറത്താണ് ഏത്? അൽ കഹ്ഫ്. എന്തിനെ? അയിലാണി പറഞ്ഞ ഇബാദ്. അപ്പോൾ ഇത് വേറൊരു സൂറത്തിലായി ഇതിൽ തന്നെ പറഞ്ഞാണ്. അപ്പൊ ഈ എന്ത് ചെയ്യണം? അത്തരം ഇബാദ് ലോകാവസാനം വരെ ഉണ്ടാവും. ഇത് കണ്ടെത്തണം. അവരിങ്ങോട്ട് വരില്ല, ഇത് അങ്ങോട്ട് പോകണം. ഇല്ലെങ്കിൽ ആയുസ് തൊലച്ചാൽ മതി, കണ്ടെത്തണം. എൻ്റെ ബാധ്യത അതാണ്. എൻ്റെ കുട്ടികളെ പോറ്റാൻ രാവിലെ 10 മണി വരെ പണിയെടുത്താൽ മതിയാവും. അതേസമയത്ത് ആയുസ് മുഴുവൻ പണിയെടുത്താലും ഷെയ്ഖിനെ കിട്ടിക്കൊള്ളുന്നില്ല. അത് ഭയങ്കര മൂസാനിപ്പിക്കുന്ന പണിയാണ്. പിന്നെണ്ടോ നമ്മളെ കാര്യം? മനസ്സിലായില്ല. എൻ്റെ ആയുസം തീർന്നാലും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആയുസ് വരെ തീർക്കുന്ന പണിയാണിത് എന്നാണ് ഇപ്പൊ ആര് പറയണത്? മൂസാ നബി. ലോകം കണ്ട തത്വജ്ഞാനിയാണ് ആര്? സയ്യിദുനാ മൂസ. അവർക്ക് വരെ ഇത് പണിയാണെങ്കിൽ എൻ്റെ നിന്റെ അവസ്ഥത്തെ അതിൻ്റെ അടുത്ത് തേടണ്ടാൽ തേടിയേ മതിയാവൂ. മല്ലം യകുൻ ലഹു ശൈഖുൻ ഫശൈഖു ശൈത്വാൻ. ഒരാൾക്ക് ശൈഖില്ലെങ്കിൽ ഓൻ ശൈഖാരന്നെ, ശൈത്താൻ തന്നെ. വലിയ ശൈത്താൻ ഓൻ തന്നെ, വലിയ ശൈഖാൻ ഓൻ തന്നെ. ഓൻ്റെ നഫ്സ് പേപ്പിക്കും. ഞാൻ വലിയ മാനാണ് എന്ന് ഓന് നഫ്സ്. ഓന് താഴത്തിരിക്കാൻ കഴിയൂല, കഴിയേയില്ല. ഉമ്മേലക്കനെ കാര്യം കുത്തിർക്കും. ചെന്നപ്പോൾ സ്റ്റേജിൽ ഒറ്റ കസേര വാക്കില്ല. അപ്പൊ താഴേക്ക് മൂപ്പരന്നെ നടന്നു പോയാണ് എന്ത് ചെയ്ത് കസാരെടുത്ത് സ്റ്റേജിന്റെ മേലെ കയറി മൂപ്പരിട്ട് കുത്തിരുന്നു. അതായത് നാ കസാരി താഴ്ന്ന പോലെ താഴേക്ക് പറ്റൂല. പിന്നെ ഇതും ഞാൻ കണ്ടിരിക്കണം, പുറത്തു പറയണ്ട. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു മഹാൻ വന്നപ്പോൾ അവിടെ എന്തില്ല? കസാരല്ല. അപ്പൊ പിന്നെ ഈ കുട്ടികൾ ആരോട് ഇല്ലേനും. അപ്പൊ പിന്നെ മൂപ്പരന്നെ താഴത്തേക്ക് ഇറങ്ങി പോയിട്ട് എന്ത് ചെയ്ത് ഒരു കസേരെടുത്ത് കൊണ്ടുവന്ന് മേലക്ക് കസാരയും കൊണ്ട് വന്നാണ്ട് എന്ത് ചെയ്തു? കസേരട്ട് ഉത്തരം. എന്തുകൊണ്ട് മൂപ്പർക്ക് താഴേക്കിറങ്ങല് നടക്കൂല? താഴേക്ക് നടക്കൂല. അതെൻ്റെ കിബർ, അതെൻ്റെ പ്രശ്നം. താഴത്തെനിക്കിരിക്കാൻ കഴിയൂല. അങ്ങനെ തന്നെ അതന്നെ മനസ്സിലാക്കിക്കോ. രണ്ടത്ത് നിസ്കരിച്ചാൽ എൻ്റെ തയമ്പ് പൊട്ടും, കുറച്ച് തയമ്പ് ഉണ്ടാവും എന്നല്ലാതെയും എൻ്റെ റിയൽ എസ്റ്റേറ്റ് നടക്കുന്നല്ലാതെയും പടച്ചോ എന്നെ പൊരുത്തപ്പെടുന്ന വിചാരിക്കണ്ട. പടച്ചോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖിനെ തേടിക്കോ, ഇത് നന്നായിക്കോ. അമ്പിയാക്കന്മാരുടെ ഖലീഫമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അവരെ കണ്ടെത്തിക്കോ. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടെത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം. ദുനിയാവും ആഖിറവും നമ്മൾ എന്താവും? നെത്തിന് നാറ്റമായിരിക്കും. നമ്മൾ അവൻ്റെ ബോഡി ഒരു ജീഫത്തായിരിക്കും. അള്ളാഹു പ്രകാത്ത് ഒരു ശവം ഏറ്റിക്കൊണ്ടുപോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നന്നായാൽ ഏറ്റുന്നവർക്കും സമാധാനം ഉണ്ടാവും. ഒരു നല്ല മനുഷ്യനത് ഏറ്റിയാലോ? മുള വെച്ച് കെട്ടിയിട്ട് ലോകം മുഴുവനും ഏറ്റ മയ്യത്തുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് പിടിക്കാൻ വേണ്ടി മത്സരിച്ചപ്പോൾ അങ്ങനെ എത്ര മഹാന്മാരുണ്ടായി. മയ്യത്ത് പിടിക്കാൻ ഇവിടെ ആകെ ഒരു മയ്യത്ത് കട്ടിയിൽ 10 ആൾക്കാരെ പിടിക്കാൻ കഴിയും. അപ്പം എന്ത് ചെയ്തു? 2 സൈഡിലേക്ക് എന്ത് ചെയ്തു? മുളയാണ് വെച്ച് അയിമ വേറെ മുള, അയിമ വേറെ മുള, അയിമ വേറെ മുള അത് വെച്ച് കെട്ടി. മരക്കഷ്ണങ്ങൾ വെച്ചെട് കെട്ടിയിട്ട് നടുവിൽ മയ്യത്ത്. എന്നിട്ട് എല്ലാവരും ഇതുമത്തോടുക. എന്തിന്? അള്ളാഹിൻ്റെ കോടതി എത്തുമ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ മയ്യത്ത് ചുമത്തിട്ടുണ്ട് റബ്ബേന്ന് റബ്ബിനോട് പറയാൻ വേണ്ടി. അപ്പം ആ കൂട്ടത്തിൽ അള്ളാഹു പിന്നെ എന്തു ചെയ്യാം? ഇത്തരം മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തിന് അധികാരം ഉണ്ടാവും. എന്ത് പറയാം അവരോട് മഹ്ശറിന്ന്? പിന്നെ ഞങ്ങളെ മയ്യത്ത് ഏറ്റിട്ടുണ്ട് കേട്ടോ എന്ന് പറയാലോ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പം അതന്നെ. അപ്പം ഇതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. എന്നിട്ട് അബ്ദിൻ്റെ 2 ഗുണങ്ങളാണ് ഇനി അവിടെ പറയുന്നത്. ഒന്ന്, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ,
അപ്പൊ ഈ ആബിദിന് ഒരു ആബിദ് ആരിഫാകണമെങ്കിൽ ആബിദിന് രണ്ട് ക്വാളിറ്റിയാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മളെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിനെ നാം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പക്കലെ പ്രത്യേക റഹ്മത്താര മുത്തുനബി. ഖദറിന്റെ വൽപ്പത്തരം ഖദർ ആർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്? മുത്തുനബിക്ക്. ഒരു വലിയാകണമെങ്കിൽ ആ വലിയ ആരെ പടച്ചം കൊടുക്കണം? മൂപ്പര് വാങ്ങിയതല്ല. ആതൈനാഹു, നാം അയാൾക്ക് നൽകി റഹ്മത്തൻ മിൻ ഇൻദിനാ, എൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്ത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതിന് അപ്പൊ ആതൈനാഹു ഈ വ്യക്തിക്ക് നാം കൊടുത്തിട്ടുണ്ട് റഹ്മത്തൻ മിൻ ഇൻദിനാ, നമ്മുടെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത്. അതാരാ? ഈ റഹ്മത്തൻ തെൻ, ഈ തന്നെ അപ്പുറത്ത് കാണാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അതാണ് റഹ്മത്ത്. അപ്പൊ ആ വ്യക്തിക്ക് ആരെ കിട്ടിയിട്ടുണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകം കണ്ട മഹാൻ മുഹമ്മദ് മുസ്തഫയാണ്. ആ വ്യക്തിക്ക് മുഹമ്മദ് നബിയെ കിട്ടിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ. ഇന്ന് മനസ്സിലായിക്കോളെ, റഹ്മത്തും ഇൽമും അവിടെ രണ്ടാണ്. കാരണം ഇവിടെ റഹ്മത്തോട് ഇൽമ ഉദ്ദേശിച്ചാണെങ്കിൽ പിന്നെ റഹ്മത്തിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇൽമിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ മനസ്സിലായില്ലേ കുട്ടികളെ? ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാ. അപ്പൊ മുഹായത്തിന്റെ വാവവിടെ കൊടുത്തു. ആതൈനാഹു, ഈ അബ്ദിന് ഞാൻ കൊടുത്തിട്ടുണ്ട് റഹ്മത്തൻ മിൻ ഇൻദിനാ, എൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിനെ. അതാര്? മുഹമ്മദ് മുസ്തഫാനെ. വഅല്ലംനാഹു, ഈ വ്യക്തിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട് മിൻ ലദുന്നാ ഇൽമ, എൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേക ഇൽമിനെ. അപ്പൊ അതിന് ഉസ്താദ് ഉണ്ടാവില്ല. അതെന്താണ്? അത് കശ്ഫുൽ ഇൽഹാം. അപ്പൊ ഒരു വലിയന് രണ്ട് ക്വാളിറ്റിയാണ്. ആ വലിയന് ആരെ കിട്ടിയിരിക്കണം? മുത്തനബി കിട്ടണം. രണ്ട്, ലദുന്യ ഇൽമ ഉണ്ടാകണം. ഏത് ഇൽമെന്ന് ചോദിക്കണ്ട, ഏത് ഇൽമും. ഈ ലദുന്യ ഇൽമ നിങ്ങൾ വിചാരിക്കണ്ട. ചില ആളുകൾ പറയും തസവുഫിന്റെ ഇൽമാണ് ലദുന്യ ഇൽമ. തസവുഫിന്റെ ഇൽമും പെടുന്നേ ഉള്ളൂ. ഈ ലദുന്യ ഇൽമ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസാരം അള്ളാഹ് കൊടുക്കണ ഇൽമ. ഈ വ്യക്തിക്ക് പ്രധാനമന്ത്രിയെ തിരുത്താൻ കഴിയും. ഈ വ്യക്തി രാഷ്ട്രീയക്കാരനാവില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ ഒരു കാര്യം നിങ്ങളോട് മിനിഞ്ഞാന്നോ മറ്റോ പറഞ്ഞല്ലോ. എന്ത്? സൈന്യാധിപന്മാരെ തിരുത്തി. ആര്? ഷെയ്ഖ് ശംസുദ്ദീൻ. അത് ലദുന്യ ഇൽമാണ്. നിങ്ങളോടനല്ലേ പറഞ്ഞേ? മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ സൈന്യാധിപന്മാര് പറഞ്ഞു തിരിച്ചു പോകാം, രാജാവ് പറഞ്ഞു തിരിച്ചു പോകാം. അപ്പോൾ ഷെയ്ഖ് ശംസുദ്ദീൻ എന്ത് പറഞ്ഞു? പറ്റൂല, നടക്കൂല, പറ്റൂല. ഇത് ലദുന്യ ഇൽമാണ്. അപ്പൊ അവിടെ സൈന്യാധിപന്മാരെയും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായ രാജാവിനെയും ഇവിടെ ആര് തിരുത്താണ്? ഷെയ്ഖ്. ഷെയ്ഖ് സൈന്യാധിപനാണോ? അല്ല. സൈന്യത്തിനെ എങ്ങനെയാണ് എന്നുള്ള തന്ത്രം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. രാജാവിന്റെ രാഷ്ട്രീയ തന്ത്രം പഠിച്ചിട്ടുണ്ടോ? അതും ഇല്ല. അത് ലദുന്യ ഇൽമാണ്. ലദുന്യ ഇൽമ ഇന്നത് എന്നില്ല, എന്തും. അവർക്ക് ഒരു കെമിസ്ട്രിയുടെ പിന്നെ ഒരു മനസ്സിലായി തിരുത്താൻ കഴിയും, ഒരു ചരിത്രം തിരുത്താൻ കഴിയും. ഒരു ആലിമൊരു നാട്ടിൽ വന്നു, ഒരു വലിയ ഒരു ആരിഫ് വന്നു. അപ്പോൾ അക്കാലം വരെ നമ്മൾ മക്കാം സിയാറത്തിന് പോകുന്നൊരു മക്കാമിൽ ഇന്നാലിന്നെ പിന്നെ എന്താ പറയുക, ഇന്നാലിന്ന ഔലിയ പാപ്പയാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഷെയ്ഖ് അബൂബക്കർ വലിയുള്ള അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ വലിയുള്ള എന്ന് പറഞ്ഞ ഒരാളെ സിയാറത്ത് ചെയ്യാൻ ആര് വന്നു? ആരിഫ് വന്നു. അപ്പോൾ ആരിഫ് പറഞ്ഞു അല്ല, ഇവരെ പേര് ഹൈദരാലി എന്നാണ് ഉദാഹരണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ എഴുതി വെച്ച് മാറ്റി എവിടെ അറിയും. അപ്പോൾ മാറ്റി അത് തിരുത്തി എഴുതി. അങ്ങനെ സീമ മാറ്റിയ സ്ഥലമുണ്ട്. ഇത് വലിയാണ്, പക്ഷെ നിങ്ങൾ വിചാരിച്ച വലിയല്ല, ഇത് വേറെ വലിയാണ്. അപ്പൊ താരീഖിനെ തിരുത്തി ആര്? വലിയ ആരിഫ്. അവർക്ക് ഇത് കറക്റ്റ് ഇൽമാണ്. ഒരു ബുക്ക് എഴുതി ഒരാൾ, ഒരു കിതാബ് എഴുതി, ആ കിതാബിലെ വിവരത്തെ ആര് തിരുത്തും? ആരിഫ് തിരുത്തും. അത് ശരിയല്ല. എന്തുകൊണ്ട്? ഈ ആരിഫിനോ നേരിട്ടൊരു ഉസ്താദുമില്ല. പക്ഷെ എവിടുന്നാണ് വിവരം കിട്ടുന്നത്? മിൻ ലദുന്നാ ഇൽമ. അപ്പൊ അത് കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും സൈന്യ പഠനമായാലും രാഷ്ട്രീയ പഠനമാണെങ്കിലും ഈ ദുനിയാവിലെ ഏത് വിവരവും എന്തിൽപ്പെടും? ലദുന്യ ഇൽമിൽ പെടും. വെറും തസവുഫ് മാത്രമല്ല, എന്തും തിരുത്തും അവർക്ക് ശരിയായത് കിട്ടും. അങ്ങനെ പോയാൽ ശരിയാവില്ല, അങ്ങനെ വെക്കോളി അറിയും. രാഷ്ട്രീയ നേതാവിനോട് പറയും മുസ്ലിം എന്ന് കണക്കില്ല. മുസ്ലിമായ രാജാവിനോട് പറയും മുസ്ലിമായ രാജാവിനോട് പറയും. അവിടുത്തെ രാജാവ് ആരാണെങ്കിലും അയാളിലല്ലേ ജനങ്ങളെ മസ്സലാത്ത്. അപ്പൊ അവരെ തിരുത്താൻ ആര് തയ്യാറാകും? ആരിഫ് പറഞ്ഞാൽ രാജാവ് തിരുത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. അപ്പൊ രണ്ട് ക്വാളിറ്റിയാണ് ആരിഫ്യങ്ങൾക്ക് വേണ്ടത്. ഒന്ന്, ആരിഫ്യങ്ങൾക്ക് ആരെ കിട്ടണം? ആരെ കിട്ടണം? റസൂലുള്ളാഹിനെ കിട്ടണം.
അതന്നെ ഒന്നുകൂടി നോക്കായത്ത് അവർ അന്നാലിന്ന സംഘടനയിലെ പ്രസിഡൻ്റാണെന്നോ അവിടുത്തെ സെക്രട്ടറി ആണെന്നോ അവിടുത്തെ ഫത്വാ കമ്മിറ്റിയിൽ മൂപ്പരില്ലാത്ത ഫത്വാ യോഗം കൂടലില്ലാന്നോ മൂപ്പര് വരുമ്പോൾ അല്ലാഹു അക്ബർ പറഞ്ഞ് 10,000 ആൾ പിന്നാലെ കൂടലില്ലാന്നോ ഒന്നും അതിന് കണക്കില്ല. മൂപ്പര് ആ നാട്ടിൽ ആരും ഒരു ചൂട്ടാട്ടി ആയമുട്ടി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പിന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് കക്കാട് അവർക്കത് പറഞ്ഞത്. ഞാനും കക്കാടും ഹറമിലിരിക്കുമ്പോൾ കക്കാട് വന്നത് വയസ്സി എന്നോട് പറഞ്ഞു ഒരു ചൂട്ടാട്ടി ആയമുട്ടി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു പണ്ട്. കക്കാടാണ് എന്നോട് പറഞ്ഞു, മനസ്സിലാവോടെ പറഞ്ഞു. പണ്ട് കക്കാട് നല്ല മനുഷ്യനാണ്, ഒരു സാലിയായ മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അമലുകളിലൊക്കെ അള്ളാഹു വർധന കൊടുക്കുകയും ഹൈറ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ അള്ളാഹു പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. നല്ല മനുഷ്യനാണ്. കക്കാടിൻ്റെ തൊരിക്കത്തല്ല ഞാൻ, പക്ഷേ അള്ളാഹുവിലേക്കുള്ള മാർഗ്ഗം തന്നെയാണ്. അതെന്ത് സൂഖിയാണ്, നല്ല മാർഗ്ഗമാണ്. അതും അള്ളാഹുവിലേക്കുള്ളൊരു മാർഗ്ഗം തന്നെയാണ് ഇത് സൂഖിയത്തും. ഞാനും കക്കാടും ഒരിക്കൽ ഹറമിലിരിക്കുമ്പോൾ ചൂട്ടുകാട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളെ കഥ കക്കാട് എനിക്ക് പറഞ്ഞു. എന്ത് പറയാൻ കാരണം, ഒരു നാട്ടിലൊരു ആരിഫ് ഉണ്ടായിരുന്നു. ആ ആരിഫ് പിന്നെ ഇയാളെ പണി എന്താണ്, ഈ മനുഷ്യന് ചൂട്ടുകാട്ടി നടക്കുക. ചൂട്ടുകാട്ടി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പുതിയണ്ണ് പോകുമ്പോൾ ചൂട്ടുകാട്ടി കൊടുക്കും. അപ്പോൾ ഒരിക്കൽ 2 ചോറ് കിട്ടും. പുതിയാപ്പളിൻ്റെ പേരിൽ നിന്ന് ചോറ് കിട്ടും, പുതിയണ്ണിൻ്റെ പേരിൽ നിന്ന് ചോറ് കിട്ടും, ചെറിച്ച് ചില്ലാനും കിട്ടും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ചൂട്ടുകാട്ടി കൊടുക്കുക. അങ്ങനെ ഒരാളുണ്ടായിരുന്നു അത്രേ ഒരു പണ്ട്. പക്ഷെ ഇയാൾ ആരാ, ഭയങ്കര വലിയ ആരിഫ. അക്കാലത്തെ കാളി ഹജ്ജിന് പോയപ്പോൾ റബ്ബിനോട് ദുആ ചെയ്തു. എന്ത്, പടച്ചോനെ ഈ ഹജ്ജ് യാത്രയിൽ എനിക്ക് കൈപിടിക്കാൻ പറ്റിയ ഒരു ആരിഫിനെ അറിയിച്ചിരണം റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് ദ്വാരന്ന് കണ്ടാണ് ഹജ്ജിന് പോയത്. പിന്നെ ഹജ്ജ് യാത്രയിൽ മുഴുവനും ഇയാൾ ഇത് ദ്വാ ചെയ്തു. മക്കത്തും മദീനത്തും ഒക്കെ ഈ കാളിയർ, നാട്ടിലെ കാളികളായ വലിയ കാളിയർ ദ്വാരന്നു, പടച്ചോനെ എനിക്ക് അങ്ങനത്തെ ഒരാളെ കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് ദുആ ചെയ്തു. മക്കയിലും മദീനൊക്കെ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് മദീനയിൽ വെച്ച് ഒരിക്കൽ ഈ കാളിയർ സ്വപ്നം കണ്ടു. ഈ തിരിച്ച് മദീന പള്ളിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് അറാക്ക് വാങ്ങിക്കും. ആ അറാക്കും ചോദിച്ച് ഒരാൾ വരും എൻ്റെ വീട്ടിൽ. മദീന പള്ളിയിൽ നിന്ന് ഒരു അറാക്ക് വാങ്ങിക്കോ. ആ അറാക്കും ചോദിച്ച് ഒരാൾ എൻ്റെ വീട്ടിൽ വരും. ആ ആളാണ് ഈ കൈ പിടിക്കേണ്ട ആരിഫ്. അയാൾ വലിയ മഹാനാണ്, വലിയ ആരിഫാണ് എന്ന് ഈ കാളിയർ സ്വപ്നം കണ്ടു. അങ്ങനെ കാളിയർ മസ്ജിദ് നബവിയുടെ മുന്നിൽ നിന്ന് എന്ത് വാങ്ങി, അറാക്ക് വാങ്ങി പൊതിഞ്ഞ് പെട്ടിയിലിട്ടു പോയി. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ദിവസം പലരും വന്നു. അങ്ങനെ വന്ന് പലരും സംസം വെള്ളം ചോദിച്ചു, കാരൊക്കെ ചോദിച്ചു, അതൊക്കെ കുടിച്ചു. എല്ലാവരും പോയി, വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പോയി. അറാക്ക് ചോദിച്ചിട്ട് ഒരു മോലിയരും വന്നില്ല. പല ആളുകളും, പല ബഹുമാനികളായ മഹാന്മാരും മോലിയന്മാരും തങ്ങന്മാരും ഒക്കെ വന്നു, വെള്ളം കുടിച്ചു, സംസം വെള്ളം വാങ്ങിപ്പോയി. എല്ലാവരും അറാക്ക് ചോദിച്ചാലും വരുന്നില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ചൂട്ടാട്ടിയ മേമൂട്ടിയൊക്കെ കയറി എന്നാണ് പറഞ്ഞു. പിന്നെ ജയ് ആ മദീന പുള്ളിൻ്റെ മുന്നിൽ നിന്ന് വാങ്ങിയ അറാക്കെടുത്ത് പറഞ്ഞു. അപ്പോൾ കൽക്കൽ വന്നു. മാപ്പാക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മാപ്പാക്കാം. പക്ഷേ എനിക്ക് മനസ്സിലായ വിവരം നാട്ടുകാരോട് പറയരുതെന്ന്. അന്ന് രാത്രിയോ തൊട്ടടുത്ത സമയത്തോ ചൂട്ടാട്ടിയാൻ വേണ്ടിയാക്കാൻ മരിക്കുകയും ചെയ്തു. മരിച്ചപ്പോൾ ആ മോലിയത് പറഞ്ഞ് അപ്പോഴാണ് നാട്ടുകാർക്ക് കൈവിട്ട് പോവുകയും ചെയ്തു. ഇങ്ങനത്തെ മനുഷ്യൻ്റെ അല്ലാഹു മാരിഫത്ത് നോക്കും. ഇവിടെ കാലിക്കൽ വീണത് ആരാ, കാളിയർ പാപ്പ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ മനുഷ്യൻ നിറഞ്ഞ ആളായിരിക്കും. അയാൾക്ക് ബഹ്റൈനി ഉണ്ടാവും, ബഹ്റു ശരിയായിട്ടുണ്ടാവും, ബഹ്റുൽ ഹഖീഖത്ത് ഉണ്ടാവും. മറിഞ്ഞ് നിൽക്കൂല്. പെണ്ണുങ്ങൾക്ക് ചൂട്ടാട്ടി നടക്കണ ഒരാളെ മാട്ടേർ കണ്ട കളിയാക്കല്ലേ മൂപ്പരെ പണി നിർത്താം. അയ്യേ, ഈ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കണ പണിയല്ലേ കാക്കങ്ങൾക്ക് നാട്ടുകാർ കളിയാക്കും. അപ്പൊ കളിയാക്കൽ മൂപ്പരെ ഏൽക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത് അതന്നെ. അവർ കഷ്ടപ്പാട് ജനങ്ങൾ ചീത്ത പറയണം, കളിയാക്കണം. കളിയാക്കുമല്ലോ. പെണ്ണുങ്ങൾ ചൂട്ടാട്ടി നടക്കുന്ന ഒരാളെ ജനങ്ങൾ കളിയാക്കുമല്ലേ? ഞാൻ മാറിക്ക് മനുഷ്യന്മാരുടെ വർത്താനം പറയും, എനിക്കെന്താ പണി, കളിയാക്കുമല്ലേ? അപ്പൊ ഈ കളിയാക്കുന്നതിലാണ് ഈ ആ വ്യക്തി അതും അങ്ങനെ ചെയ്യും. അതെന്തിന്? ഹിജാബാണ് ജനങ്ങൾക്ക്. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കണ്ട, ഞാനാണ് മഹാൻ എന്ന് മനസ്സിലാക്കണ. കാലത്തോളം നന്നാവൂല. മുത്തക്കബിറായി കാലത്തിന്റെ ഫിറാവിനായി ജീവൻ പോവും. നാട്ടുകാർ എൻ്റെ കബറിന്ന യാസീനോതും പടച്ചോൻ എനിക്ക് ഓർത്തോളുന്നില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പൊ കബറിലുള്ളവരൊക്കെ മോശമാണെന്ന് അതിന് മാനല്ല, നല്ലവരാണെന്ന് മാനല്ല. അതൊക്കെ വേറെ കാര്യം. എനിക്കറിയില്ല, എനിക്കതിനെ പറ്റിയൊന്നും അല്ലാഹു അല അറിയില്ല. അതിലൊന്നും ഇജ്ജ് വഞ്ചിതനാകണ്ട. നാട്ടുകാർക്ക് യാസീന്റെ കൂലി കിട്ടും, മൂപ്പർക്കുള്ളിൽ തല്ലും കിട്ടും. അങ്ങനെയുമാവാം അതാണ് അർത്ഥം. അല്ലാതെ കബറിൻ്റെ ഉള്ളിലൊക്കെ തല്ലിട്ടാന്ന് പറഞ്ഞ മാനല്ല. അപ്പൊ ഈ നാട്ടുകാരെ മുന്നിൽ ആളായിട്ട് നടക്കണ്ട. നിനക്ക് 2 കാര്യം, അത് ആർക്കും റബ്ബ് കൊടുക്കാം.
അത് ചൂട്ടാട്ടി വേണ്ടി കൊടുക്ക. ആരെ? മുത്തുനബിയെ കൊടുക്ക. നിനക്ക് മുത്തുനബിന്റെ പേരിൽ മൗലൂദും ചോറും ഉള്ളൂ, പൈസയും കിട്ടും. നിനക്കൊന്നും കിട്ടൂല. പൈസ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് മഹാനാവൂല. മുക്രിയും മോലിയരും കൂടി പരിപാടിക്ക് പോയാൽ കൂടുതൽ പൈസ കിട്ടുക. പറയുമ്പോൾ മനസ്സിലാനെ, കാളിയേരും മുക്രിയും കൂടി പരിപാടിക്ക് പോയാൽ പൈസ കൂടുതലായിരിക്കും കിട്ടുക. കാളിയേർക്ക് അള്ളാന്റെ അടുക്കൽ മഹാനാരാ? ഇന്നൽ മുഅദ്ദിനീന അത്വലുൻ നാസി അനാഖൻ യൗമൽ ഖിയാമ. കാളിയരോ അൽ ഖാളിയാനി ഫിന്നാർ, 3 ഖാളിയിൽ 2 ഖാളി നരകത്തിലാണ്. പുറത്തു പറയണ്ട. ഇപ്പൊ ത്വരീക്കത്തൊക്കെ വലിച്ചു കൂട്ടുക. എന്തിനറിയോ? ഇപ്പൊ ത്വരീക്കത്തിൽ വലിച്ചൂട്ടൽ ത്വരീക്കത്ത്. അതായത് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ഇത്ര, ഞങ്ങൾ 1541 അവസാനം ഇപ്പോൾ ഞങ്ങൾ എഴുതി. അപ്പോൾ മനസ്സിലായില്ല. അപ്പം ഇപ്പൊ ത്വരീക്കത്തേക്ക് ഇപ്പൊ എന്താ പണി? വലിച്ചൂട്ടുക. ഇതിൽ ത്വരീക്കത്തേക്ക് പാടുണ്ട്. എന്ത്? നിങ്ങൾ വലിച്ചൂട്ടണ്ട, അള്ളാഹു നിശ്ചയിച്ചോൻ അതിൽ എത്തും. ഇപ്പൊ വലിച്ചൂട്ടൽ ത്വരീക്കത്ത നടക്കണമെന്ന് വിളിക്കെല്ലാം എന്തും വലിച്ചൂട്ടും. ഇപ്പോൾ ത്വരീക്കത്തേനെ കണ്ട മറ്റൊരു ത്വരീക്കത്ത ഇങ്ങോട്ട് പോരും. ഇല്ലാത്തവനെ പിടിക്കുകയാണെങ്കിൽ തിരക്കിടില്ല. അപ്പോൾ കാതിരി ത്വരീക്കത്തേരനെ മറ്റോ പിടിക്കുക. കാതിരി ത്വരീക്കത്ത് അള്ളാഹുവിലേക്കുള്ള മാർഗ്ഗമാണോ? അല്ലേ? പിന്നെ എന്തിനാ മോനെ വലിച്ചൂട്ടി? ഓനെ നല്ല എനിക്ക് ജീവിച്ചു പോകല്ലേ. ഓൻ്റെ വലിയിൽ സമർപ്പിച്ച് ഓന് തെസ്കിയത്ത് നേടിക്കോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ വലിച്ചൂട്ടലാണ് നടക്കുന്നത്. ഇപ്പൊ ഒരാൾ നക്ഷബന്ധിയാണ്. നക്ഷബന്ധി നടക്കുന്നില്ല. നക്ഷബന്ധി ഒരു മാർഗല്ലേ? പറ കുട്ടി അല്ല. ഇപ്പൊ രാഷ്ട്രീയ കളിയാണ് എവിടെ നടക്കുന്നത്? ത്വരീക്കത്തിൽ തന്നെ രാഷ്ട്രീയ കളിയാണ്. വലിച്ചൂട്ട. ഇന്നെ പറ്റി തിജാനികൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം, മൂപ്പര് ഒരാളോടും പറയില്ല. ഞാൻ പറയില്ല. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയില്ല. ഒരുത്തൻ പറഞ്ഞാൽ ഞാൻ ഇൻഷാ അള്ളാഹിന്റെ വഴി പറഞ്ഞു കൊടുക്കും. ഇന്നാൽ കഴിഞ്ഞ് ഞാൻ വലിയ ആളല്ല, നിന്നെ കൊണ്ടോ പേക്കണ്ട. ഞാനൊരാളല്ല. എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ആളെ കൈക്കാരനാണ്. ആ ആളാണ് വലിയ ആള്, ഞാൻ വലിയ ആളല്ല. അതേസമയത്ത് ഞാൻ വലിച്ചു കൂട്ടൂല്ല. എൻ്റെ 1000കണക്കിന് ശിഷ്യന്മാരുണ്ട് കോഴിക്കോട്. ഒരൊറ്റാക്ക് പറയാൻ കഴിയില്ല ഞാൻ തിജാനിയെ കൂടിക്കോന്ന് ഞാൻ ഒരാളോട് പറഞ്ഞാലും പിരിച്ചുവിടും. സലാത്തുൽ ഫാത്തി 500 വട്ടം ചൊല്ലി ദിവസം 2 മാസം കഴിഞ്ഞിട്ട് പോവാം. ഇവരൊക്കെ എൻ്റെ ഒപ്പം വരണം. എത്ര കാലമായി. ഞാനിനാളല്ല, വന്നാൽ പറഞ്ഞു കൊടുക്കും. വലിച്ചു കൂട്ടണ പണി ത്വരീക്കത്തെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ ഇപ്പം മൂസാ നബി, ഖിളിർ നബി എന്താ പറയണ്ടത്? ഞാനേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഒരാളെയാണ് കിട്ടിയത്. ഖിളിർ നബിക്ക് അവിടെ പറയാലോ. എന്ത് ആരാ? ഖിളിർ നബിക്ക് റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് അപ്പുറത്തെ പെണ്ണുങ്ങളോട് എന്ത് പറയാം? ഇത് ഭയങ്കര ആളെ വന്നിട്ടാ, ഭയങ്കര ഇങ്ങനത്തെ ഒരു മീനൊന്നും നമ്മളെ വലിയ കുത്തും ഞാൻ വിശ്വാസിച്ചിട്ടില്ല. എൻ്റെ ഓളെ വേഗം ചോറും കൂട്ടാനും ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞു പറ മനുഷ്യ. മൂസാ ഖിളിർ നബിക്ക് ഉള്ളിൽ പോയിട്ട് ഇജ് കണ്ടോ ആരപ്പം നെഞ്ചെടുത്ത് വന്നത്? ഇന്നോട് ഭയത്ത് ചെയ്തപ്പം ആരാ വന്നത് അറിയോ? എന്തെന്നെ വിചാരിച്ച് ഞാൻ ആരാന്നാ വിചാരിച്ച് എന്ന് പറയാലോ. ഇന്നത്തെ ത്വരീക്കത്ത് ചേക്കന്മാര് പറഞ്ഞാൽ ഈ ചേക്കന്മാര് പറയണ വർത്താനം ആർക്ക് പറയാ? പറയട ചങ്ങായിമാരെ, നിങ്ങൾ എന്തിനാണ് പേടിക്കണേ? ഞാനല്ലടാ പറയണേ. ഇന്നത്തെ ചേക്കന്മാരെ പണിയാണ് എന്ത്? വലിച്ചൂട്ടൽ. ഇത് ത്വരീക്കത്തിന് ചേർന്നല്ല. ഒരാള് ഒരു മഹത്വത്തിലേക്കുള്ളതാണെങ്കിൽ ആ ആളെ അവിടേക്ക് ആരെത്തിക്കും? അള്ളാഹു എത്തിക്കും. എൻ്റെ കൈക്ക് ഒരാൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞാൻ ആ ആൾ കയ്യിൻ്റെ പകരക്കാരനാ. എൻ്റെ കൈ മോശപ്പെട്ട കയ്യാണ്, പക്ഷെ കൈ നല്ല കയ്യാണ്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ? മോശപ്പെട്ട കൈ കൊണ്ട് നല്ല കൈയിന് വേണ്ടി പിടിക്കാലോ. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയും മൂപ്പരിപ്പോൾ വലിയ ചെയ്യിക്കാത്രേ. മൂപ്പര് എല്ലാവർക്കും ത്വരീക്കത്തിൽ ഞാനൊരാൾക്ക് ചൊല്ലി കൊടുക്കുന്നുള്ളൂ. ഞാൻ അയാൾക്ക് പകരം ഇന്നലെ രാത്രി ഒരാൾക്ക് ചൊല്ലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ? അവരുടെ കയ്യിൻ്റെ പകരക്കാരനായി. എൻ്റെ കയ്യേ അല്ല. അവർക്ക് ഏത് കോൽമുറിനും കയ്യാക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഷെയ്ഖ് സ്വന്തം കൈ കൊടുക്കുന്നതിന് പകരം ഒരു കോൽമുറി കൊടുത്തു. ആ കോൽമുറിമ പിടിച്ചു പറഞ്ഞു. അപ്പോൾ ആ കോൽമുറിമനാണ് ഈ മുരീദ് പിടിച്ചത്. എന്നാലും മനസ്സിലായില്ലേ? കോൽമുറിക്കല്ലല്ലോ അവിടെ പ്രാധാന്യം. ആ കോൽമുറിൻ്റെ തലക്ക് ആരുണ്ട്? ഷെയ്ഖുണ്ട്. അത്രേ ഉള്ളൂ. ഞാനൊരു കോൽമുറിയാണ്, ഒന്നിനും പറ്റാത്ത കോൽമുറി. പക്ഷെ ആ കോൽമുറി അപ്പുറത്തെ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ ആ ആള് പറയണം നിർത്തിക്കാള, അഞ്ഞ് ചാർക്ക് കൊടുക്കണ്ട, കൊടുക്കൂല. ഞാനിൽ വലിച്ചൂട്ടില്ല. എന്തിന് തലവേദന ഏൽക്കണം? ഇന്നിപ്പോൾ വലിച്ചൂട്ടലാണ് ത്വരീക്കത്തിലേക്ക് നടക്കുന്നത്. ഒരാളെ കണ്ടാൽ വലിക്കും. ത്വരീക്കത്തിൽ തമ്മിൽ വലിക്കും. അതൊക്കെ അതിനെ കച്ചവടവൽക്കരിക്കലാണ്. അതൊന്നും ദീനല്ല. അപ്പം മൂസാ നബി പ്രഥമ ദൃഷ്ടി ഞങ്ങൾ ഇതിന് പഠിക്കും കുട്ടികളെ. മൂസാ നബി ഞാൻ നിങ്ങളെ ഇത്തിബായ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അവിടെ ഖിളിർ നബിക്ക് എന്ത് പറയാ? നന്നായി, അന്നെപ്പോലെ എന്തെങ്കിലും കൂടുണ്ട്. അല്ലാതെ താനി ആപ്പ ഉപ്പ നാടന്മാർ കൂടിയിട്ട് ഒരു കാര്യമല്ല.
ഇപ്പം ഈജിപ്തിൽ എത്തിയ നന്നായി. ഇത് 4 ആളുകൾ കണ്ട് എത്തിച്ചു കൊടുക്കാമല്ലോ. അനക്കേതായാലും പണിയാണ്. എനിക്കിവിടെ കാട്ടുകുത്തിരിക്കുന്ന പണിയാണ്. എനിക്കും ദ്വീപിൻ്റെ അങ്ങേയറ്റത്തിൽ ഞാൻ ഇരിക്കണേ. നന്നായി ജി അൽഹംദുലില്ലാ, നമുക്കൊരു ചായ കുടിച്ച് പിരിയാം. അങ്ങനെയല്ലല്ലോ, എന്നെക്കൊന്നും ഇത് കൊണ്ടിടക്കാൻ കഴിയൂല, പോയിക്കോ. ഇതാണ് ശൈഖ് പറയേണ്ടത്. അപ്പം പിന്നെ മുട്ട നോക്ക് നല്ല രസമുണ്ട് മുട്ടല്, ഭയങ്കര മുട്ടലാണ്. എന്ത് നോക്ക് ആയത്ത് അപ്പൊ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക ലൻ തസ്തതിഅ, നിനക്കൊന്നും കഴിയേല്ല. ലാ തസ്തതിഉനല്ല, ലാ തസ്തതിഉന തൽക്കാലം കഴിയൂല. ലൻ തസ്തതിഅ, നിനക്കൊന്നും ഒരു കാലത്ത് ഒരിക്കലും കഴിയൂല. മഅയ്യത്തു സബ്ർ, അതതിനർത്ഥം മഅയ്യത്തു സബ്ർ. മഅയ്യത്തു സബ്റാണ് മുരീദിന്റെ ബാധ്യത. വലിയന്റെ കൂടെ മറ്റുള്ളവർ മഅയ്യത്തു സബ്റിലാകണം. കുറച്ച് ഞാൻ ഉദാഹരണം പറയാം. മഅയ്യത്തു സബ്ർ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പിരിച്ചുവിടും, നിങ്ങളെ പുറത്താക്കി ഞാൻ ഒറ്റയ്ക്ക് പറയും. അത് സോഷ്യൽ മീഡിയ കുറേ ആൾ കേട്ട് തന്നോ, അള്ളാഹു നമ്മളെന്നാക്കി തരട്ടെ. മഅയ്യത്തു സബ്റും രണ്ടാ. മഅയ്യത്തു സബ്ർ എന്നാൽ കർമ്മം നടന്ന് കാര്യം ബോധ്യപ്പെടാതിരിക്കുമ്പോൾ തന്നെയും സബ്ർ. സത്യമാണ്, അത് നേരാണ്, വെറുതെ ചെയ്യൂല. ഇതാണ് മഅയ്യത്തു സബ്ർ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാ മഅയ്യത്തു സബ്ർ, അതാണ് മഅയ്യത്തു സബ്ർ, അതാണ് മഅയ്യത്തു സബ്ർ. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പം എന്ന് വൈകുന്നേരം ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഓഫീസ് റൂം ഞാൻ പൂട്ടാതെ പോയി. എനിക്കൊരു വിവരം കിട്ടി. എന്ത് വിവരം? ഓഫീസ് റൂമിൽ ബാക്കിയുള്ള ദാറുൽ ഖുർആൻ്റെ ഏത് വാതിലും ഇങ്ങനെ തുറന്നാൽ പിടിക്കാൻ കിട്ടും. എന്ത്? ഓഫീസ് റൂം അവർ പൂട്ടിയിട്ടേ പോകുള്ളൂ എന്ന് കള്ളന് ഒരു വിവരം കിട്ടിയാൽ കള്ളൻ എന്ത് ചെയ്യും? ഇന്ന് രാത്രി വരാൻ തീരുമാനിച്ചു എന്ന് എനിക്ക് ഒരു വഴിയായോ മറ്റൊരു വിവരം കിട്ടിയെന്ന് സങ്കല്പിച്ചാൽ ഞാൻ ഇന്ന് എന്താ ചെയ്യുക? മറ്റു റൂമൊക്കെ കൂട്ടും. ഇത് തുറന്നിടുമല്ലേ? തുറന്നിടുമല്ലേ? ഇത് തുറന്നിടും. എന്തിനത് തുറന്നിടുന്നത്? ഇതിലാണ് പൊന്നു രത്നമൊക്കെ ഉള്ളത്. അപ്പം ഇത് ഇതിനെ തുറന്നിട്ടുണ്ട് കള്ളൻ ഈ ഭാഗത്തേക്ക് വരിക തന്നെയല്ല. എന്തുകൊണ്ട്? അപ്പം അപ്പുറത്തെ റൂമിൽ പോയാണ്ടാണ് പുറത്ത് തൗറ്റി പൊളിക്കുക. എന്നിട്ട് നേരം പൊളിക്കോളാം അതിൽ തപ്പാണ് ചെയ്യുക. ഓനെ നേരട് പോകും, ഓനൊന്നും കിട്ടൂല. ഇതിപ്പോൾ ഈ വിവരം ഞാൻ ഇന്ന് പൂട്ടാതെ പോയാൽ ഇത് ഞാൻ പൂട്ടാതെ പൂക്കാണ്. ഇത് എനിക്കൊരു വലിയ വിലായത്തിൻ്റെ ഒരു മാം പറഞ്ഞെന്ന് ചെയ്ത് അപ്പം നിങ്ങളൊപ്പം പോലും നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ അവിടെ അവിടെ അതിൻ്റെ മയ്യത്ത് സബ്ർ എന്താ അറിയും? ഉസ്താദ് അങ്ങനെ വെറുതെ ഒന്നും ചെയ്യൂല, അത് വെറുതെ ആവില്ല എന്ന് നിങ്ങൾ നിരീക്കുക. അതിനെതിരെ പറയാതിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വന്നിട്ട് പിന്നെ പറഞ്ഞപ്പോ എന്നറിയില്ലേ, മയ്യത്ത് സബ്റല്ല, അത് സബ്റാണ്. കാര്യങ്ങൾ തിരിഞ്ഞിട്ട് ക്ഷമിക്കുന്നതല്ല. ഇവിടെ എന്താണ് മനസ്സിലായില്ല? എല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞതിന് ശേഷം പിന്നെ റൂം പൂട്ടാതെ പോയതിനെ പറ്റി ഇവിടെ കമ്മിറ്റിയിലെ തർക്കം, ഉസ്താദിനെ പുറത്താക്കണം, മൂപ്പര് റൂം പൂട്ടാതെ പോകുന്നുണ്ട് എന്ന് പിന്നീട് കമ്മിറ്റിക്കാർ പ്രശ്നമാക്കിയപ്പോൾ ഇത് അവിടെ സബ്ർ ചെയ്താണ് ഇന്റെ ഭാഗത്ത് നിന്നു. അത് എന്ത് സബ്റല്ല? മയ്യത്ത് സബ്റല്ല, അത് സബ്റാണ്. അത് മൂപ്പര ചെയ്തത് ശരിയാണ്, അങ്ങനെ അങ്ങനെ അറിയും. അതെനിക്ക് കാര്യം തിരിഞ്ഞിട്ടല്ലേ പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ മയ്യത്ത് സബ്റാണടാ. അതാണ് സിദ്ദീഖായത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലോ അതിന്റെ അപ്പുറത്തേക്ക് സിദ്റത്തുൽ മുൻതഹയിൽ പോയി വന്നു. ഞാൻ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഖുറൈശികളൊക്കെ കളിയാക്കി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞിട്ടില്ല? സിദ്ദീഖിനോട് പറഞ്ഞിട്ടില്ല റളിയല്ലാഹു അൻഹു. ആരോ വന്ന് സിദ്ദീഖിനോട് പറഞ്ഞു, സാഹിബുക യഖൂലു ഇന്നഹു, എൻ്റെ സാഹിബ് പറയാണ് ഇന്നലെ ആകാശത്തിന് അപ്പുറത്ത് പോയി വന്നു ഇത്രേ. അപ്പൊ സിദ്ദീഖ് പറയാണ് എന്ത്? ലൗ ഖാലഹ ഇന്നഹു ലസാദിഖുൻ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, പറഞ്ഞു നേരായിരിക്കും. ഇതാണ് എന്ത്? മയ്യത്ത് സബ്ർ. അതാ മയ്യത്ത് സബ്ർ. അല്ലാതെ അതിനെപ്പറ്റി ആയത്തൊക്കെ ഹദീസും സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ഒക്കെ കഴിഞ്ഞിട്ടും അറിയലല്ല, മയ്യത്ത് സബ്റല്ല. ഔലിയാപ്പാപ്പ 4 ആൾ പോണതിൻ്റെ കൂട്ടത്തിലെ ഒരുത്തൻ്റെ കണ്ണ് അടിച്ചാൽ പൊട്ടിച്ചു ഔലിയാപ്പാപ്പ. അപ്പം ബാക്കിയുള്ളവർ മിണ്ടാതെ നിൽക്കുക. അതാണ് മയ്യത്ത് സബ്ർ. അപ്പം നമ്മൾ ആദ്യം എന്ത് കളിയാണിത്? ഒപ്പമുള്ളവരൊക്കെ തച്ചു പുറത്താക്കി. എന്ത് പരിപാടിയാണ് ഇത്? പിന്നെ മൂപ്പര് പറഞ്ഞു എന്തെന്നറിയോ? അതിന് ഒരു കാരണം പറഞ്ഞു. ഒരു കാരണം ഉണ്ടാക്കി. എൻ്റെ കണ്ണിന് കാഴ്ച കുറവാണ്, ഇനി അത് ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ ചികിത്സിച്ചാൽ പഴയതിനേക്കാൾ നല്ല കാഴ്ച കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് കണ്ണ് കേടാക്കിയത്. പറഞ്ഞാൽ അവൻ പോകൂല. ഇപ്പോൾ കണ്ണ് പോകൽ നിർബന്ധമായി.
അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചത് എന്ന് ഔലിയാപ്പാപ്പ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു, എന്ത് നാലും വലിയൊരു ഔലിയ തന്നെ കേട്ടോ. അപ്പം പറഞ്ഞിട്ട് കാര്യമല്ല, ഇതെന്തല്ല മയത്ത് സബറല്ല. അപ്പം നോക്കി ആയിട്ട് നോക്കടാ, ഔലിയ മഹാന്മാരായ ഔലിയാക്കന്മാരോട് നമ്മൾ കാണിക്കേണ്ടത് സുബറല്ല ചങ്ങായി. എന്താണ്? മയത്ത് സുബറാണ്. ഈ സൂറത്ത് മുഴുവൻ പറയുന്നത് മയത്ത് സുബറാണ്.